الحمد لله رب العالمين. الصلاة والسلام على خاتم الأنبياء والمرسلين محمد آله وصحابه ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ഏറെ ആദരണീയരായ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഗ്രാമീണന്റെ അടുക്കൽ നിന്ന് ഒരു ഒട്ടകത്തെ വില കൊടുത്ത് വാങ്ങുകയുണ്ടായി. ഇസ്ലാമിലെ സാമ്പത്തിക നിയമപ്രകാരം കച്ചവട വസ്തുവിന്റെ ക്വാളിറ്റി പരിശോധിക്കാൻ വാങ്ങുന്നവന് അവകാശമുണ്ട്. കൃത്യമായി സൂക്ഷിച്ച് നോക്കി കേടുപാടുകളൊക്കെ പരിശോധിച്ച് വാങ്ങി, ഒരു പ്രശ്നമില്ല, പണം കൊടുത്തു, ഒട്ടകത്തെ വാങ്ങി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോ ഒട്ടകത്തിന് നടക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട്. അദ്ദേഹം ഒട്ടകം വിറ്റ ആളുടെ അടുത്ത് പോയി പരാതി പറഞ്ഞപ്പോ പറഞ്ഞു, ഞാൻ തരുന്ന സമയത്ത് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കച്ചവടം അവിടെ വെച്ച് തന്നെയാണെങ്കിൽ കച്ചവടം ക്യാൻസൽ ചെയ്യാൻ ഇസ്ലാമിൽ കച്ചവട നിയമപ്രകാരം സ്വാതന്ത്ര്യമുണ്ട്. രണ്ടുപേരും പരസ്പരം പിരിഞ്ഞു പോയിട്ട് കിന്റെ പൈസ വേണം എന്ന് പറയുന്നത് ഒരു മര്യാദയല്ല. യമനിൽ ഹദറമൗത്തിൽ ജനിച്ച് പ്രവാചക ജീവിത കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകനെ കാണാതിരുന്ന സഹാബി അല്ലാത്ത ഒരു വ്യക്തി ശുറൈഹ് ബിനുൽ ഹാരിസ് അൽ കിന്ദി, അദ്ദേഹം പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് മദീനയിലേക്ക് വന്ന് താബിഈ പ്രമുഖനായി ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിന്റെ അയൽവക്കത്തുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു ശുറൈഹുൽ ഖാളി എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുക. അദ്ദേഹത്തോട് എന്നിട്ട് പ്രശ്നം പറഞ്ഞു. എന്താ ചെയ്യുക? വാങ്ങി കുടുങ്ങിയതാണ്. വാങ്ങുമ്പോ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല, കായ് പോയ മട്ട. അപ്പോ അദ്ദേഹം ഒരു പരിഹാരം പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കണേ തിരിച്ചു കൊടുക്കാം, പക്ഷെ കൊടുക്കുമ്പോ വാങ്ങിയ അതേ കണ്ടീഷനിൽ തന്നെ കൊടുക്കണം എന്നാണ് ഒരു വിധി പറഞ്ഞതാ. മസ്ലഹത്തിന്റെ ഒരു വിധി പറഞ്ഞു കൊടുത്തതാണ്. ഇത് കേട്ടപ്പോ ഉമർ റളിയല്ലാഹു തോന്നി തരക്കേടില്ലാത്തൊരു വിധിയാണ്. വിധി പറയുമ്പോ ഇങ്ങനെ പറയണം. നേരെ അദ്ദേഹത്തെ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഖാദിയായി, ജഡ്ജിയായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അപ്പോയിന്റ് ചെയ്തു. ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് നല്ല നീതിയിൽ അധിഷ്ഠിതമായ വിധികൾ പുറപ്പെടുവിച്ച മഹാനായ താബിഈ പ്രമുഖനാണ് ശുറൈഹുൽ ഖാളി. അദ്ദേഹം ഒരിക്കൽ കോടതിയിൽ ഇരിക്കുക. രാവിലെ കോടതി പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം കയറി വന്ന് സഹജഡ്ജിമാര് അസിസ്റ്റന്റുമാരൊക്കെ അപ്പുറം ഇപ്പുറമൊക്കെ ഇരുന്ന് പിറകുന്ന ഒരു സ്ത്രീ ഭയങ്കര കരച്ചില്. അപ്പൊ അടുത്തിരിക്കണ അസിസ്റ്റന്റ് പറഞ്ഞു, നമുക്ക് ആ കേസിന്
ആദ്യം പരിഗണിക്കുക. ആ സ്ത്രീ വല്ലാതെ കരയുന്നുണ്ട്. ഇപ്പൊ ഷുറൈൽ ഖാദി പറഞ്ഞ് ഇതിലും വലിയ കരച്ചിൽ പണ്ട് യൂസുഫ് നബിന്റെ സഹോദരന്മാര് കരഞ്ഞിട്ടുണ്ട്. അവര് സഹോദരനെ കൊണ്ടുപോയിട്ട് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് സഹോദരനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ് വാപ്പാന്റെ അടുക്കൽ നിലവിളിച്ച് വന്നത്. അതുകൊണ്ട് കരച്ചിലിനൊന്നും കാര്യമായിട്ട് ആ കരച്ചിലിനെ പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, പരിഗണിക്കേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു വന്നത്. കരച്ചിലിനെ പറ്റി, കരച്ചിൽ പലജാതി കരച്ചിലാണ്. ഒരു വ്യക്തി ജനിക്കപ്പെടുമ്പോൾ കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരുന്നത്. ജീവിച്ച ചുറ്റുപാടിൽ നിന്നുള്ള പെട്ടെന്നുള്ള ഒരു മാറ്റം അത് കരച്ചിലിനൊരു കാരണമാണ്. പിശാചിന്റെ ഒരു കുത്ത് പിറകിൽ നിന്ന് കിട്ടും പുറത്തേക്ക് വരുമ്പോൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രസവിച്ച ഉമ്മ കരയാറുണ്ട്. അത് ശക്തമായ ശാരീരിക വേദനയുടെ കരച്ചിലാണ്. പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ മുഖത്തെ കാണുമ്പോ ആ ഉമ്മ കരയും. അത് മനസ്സിന്റെ സന്തോഷത്തിന്റെ കരച്ചിലാണ്. മക്കള് വിദേശത്തേക്ക് പോകുമ്പോ ഉപ്പമാര് കരയും. ഭാര്യമാര്, ഭർത്താക്കന്മാര്, സഹോദരിമാരൊക്കെ. അത് മനസ്സിന്റെ വേദനയുടെ കരച്ചിലാണ്. ആ മക്കള് തിരിച്ചു വരുമ്പോ, സന്തോഷത്തോടുകൂടി തിരിച്ചു വരുമ്പോ അപ്പോഴും കരയും ഉമ്മമാര്. അത് മനസ്സിന്റെ സന്തോഷത്തിന്റെ, മനസ്സിന്റെ ദുഃഖത്തിന്റെ, മനസ്സിന്റെ വേദനയുടെ, ശരീരത്തിന്റെ വേദനയുടെ, ആഹ്ലാദത്തിന്റെ പലതരത്തിലുള്ള കരച്ചിൽ. മുതലക്കണ്ണീർ എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തില്. അത് സ്വാർത്ഥതയുടെ കരച്ചിൽ. മുതല കരയിലേക്ക് ദീർഘമായ സമയം കയറിക്കിടന്നാൽ കണ്ണീർ ഗ്രന്ഥികൾ കണ്ണീരിനെ ഉൽപ്പാദിപ്പിക്കും. അതിന്റെ കാരണം എന്ത് എന്ന് സയൻസ് ഇന്നും വ്യക്തമായി ബോധ്യപ്പെടാത്ത വിഷയം. പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. തനിക്കൊരു ഇരയെ കിട്ടിയ ആ ഇരയെ തിന്നതിന്റെ സന്തോഷമാണെന്നും, താൻ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടി പോകുമ്പോ ആ ഇരയോടുള്ള അനുകമ്പയാണ് എന്നും പലതരത്തിലുള്ള വ്യാഖ്യാനം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കരയുക എന്നുള്ളത് ഇബാദത്താവും. ഇന്ന് ഖുതുബയുടെ സന്ദേശമായി എനിക്ക് നിങ്ങൾക്ക് നൽകുവാനുള്ളത് ഒരു ഇബാദത്താണ്, ഈമാനിന്റെ ഭാഗമായുള്ള കരച്ചിൽ. യൂസുഫ് നബിയുടെ സഹോദരന്മാർ തന്റെ വീട്ടിലേക്ക് വന്നതിനെ സംബന്ധിച്ച് സൂറത്ത് യൂസുഫിന്റെ 16-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, അവർ കരഞ്ഞുകൊണ്ട് ഇശാഇൽ, വൈകുന്നേരമായപ്പോൾ സന്ധ്യയുടെ വേളയിൽ അവർ ഉപ്പയുടെ അടുക്കലേക്ക് കരഞ്ഞുകൊണ്ട് കടന്നു വന്നു എന്നുള്ളതാണ്. അതേ സൂറത്തിൽ അവസാന ഭാഗത്ത് 84-ാമത്തെ വചനത്തിൽ യാക്കൂബ് നബിയുടെ കരച്ചിലിനെ കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്, ആ തന്റെ മക്കളിൽ നിന്ന് അദ്ദേഹം തിരിഞ്ഞു. യൂസുഫിന്റെ വിഷയത്തിൽ യൂസുഫ്, ഞാൻ ദുഃഖിക്കുന്നു, എന്തൊരു കഷ്ടമാണ്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ വെളുത്തതായി മാറി എന്ന്, കരഞ്ഞ് 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 കണ്ണുകൾക്ക് വെളുപ്പ് കയറിപ്പോയി എന്ന്. മിനൽ ഹുസ്നി വഹുവ ഖളീം, അദ്ദേഹം അതിദുഃഖിതനായി മാറി എന്നുള്ളത്. സഹോദരന്മാരെ, നാം കരയുന്നവരാവണം. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, ആ അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട്, ഖബറിലടക്കം ചെയ്യപ്പെട്ടാൽ ഞാൻ ഒറ്റക്കാകുന്ന രംഗത്തെ ഓർത്തുകൊണ്ട്, അള്ളാഹുവിന്റെ മുൻപിൽ താൻ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കേണ്ടി വരുന്ന ഘട്ടത്തെ ആലോചിച്ചുകൊണ്ട്, താനെങ്ങാനും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാതെ പോയാൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരാനിരിക്കുന്ന ശിക്ഷയുടെ കാഠിന്യത്തെ ഭയപ്പെട്ടുകൊണ്ട്, മീസാനിലേക്ക് തന്റെ കർമ്മങ്ങൾ കടന്നു വരുന്ന സമയത്ത് സൂറത്ത് ഇസ്രാഇന്റെ 13-14 വചനങ്ങളിൽ അല്ലാഹു പറഞ്ഞില്ല, വകുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു അലാ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ. ഓരോ മനുഷ്യനും അവന്റെ ശകുനം, അവന് വിധിക്കപ്പെടാനിരിക്കുന്നത് അവന്റെ കഴുത്തിൽ ബന്ധിതമായിരിക്കും. അതവന്റെ ഓരോരുത്തരുടെയും രേഖകൾ. നുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബൻ യൽഖാഹു മൻശൂറാ, തുറന്നു വെക്കപ്പെട്ട നിലയിൽ ഗ്രന്ഥം അന്ന് പുറത്തേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവനോട് പറയും, നിന്റെ ഗ്രന്ഥത്തെ നീ വായിക്കുക, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ ഈ ഗ്രന്ഥം ധാരാളമാണ് എന്ന് പറയുന്ന രംഗത്തെ ഓർത്തുകൊണ്ട് കരയാൻ വിശ്വാസി സമൂഹമേ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കരച്ചിൽ 2 വിഭാഗമാണ്.
ഒന്ന് നല്ല കരച്ചില. അത് ഞാൻ ഈ പറഞ്ഞ രൂപത്തിലുള്ള അള്ളാഹുവിനെ ഓർത്ത്, ദുനിയാവിനെ കുറിച്ച് ഓർത്ത്, ഖബറിനെ കുറിച്ച് ഓർത്ത്, വിചാരണയെ ഓർത്ത്, നരകത്തെ ഓർത്തുകൊണ്ടുള്ള തന്റെ ഭാവിയെ, തന്റെ മരണാനന്തര ജീവിതത്തെ ആലോചിച്ചുകൊണ്ട് റബ്ബിന്റെ വലുപ്പത്തെ കുറിച്ച്, അവന്റെ കിബ്രിയാഇനെ, അവന്റെ മഹത്വത്തെ സംബന്ധിച്ച് ആലോചിച്ചു കൊണ്ടുള്ള കരച്ചിൽ അത് ഉണ്ടാവേണ്ടതാണ് ഓരോ അടിമയിൽ. കാരുണ്യത്തിന്റെ കരച്ചിൽ. മക്കൾ നഷ്ടപ്പെടുമ്പോ, പാപ്പ നഷ്ടപ്പെടുമ്പോ, ഉമ്മ നഷ്ടപ്പെടുമ്പോ, ഉറ്റവരും ഉടയവരും ഒക്കെ ഇല്ലാതായി തീരുമ്പോ ഉണ്ടാകുന്ന മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള വേദനയുടെ കരച്ചിൽ, അത് നല്ല കരച്ചിൽ. കരച്ചിൽ ചീത്ത കരച്ചിലുണ്ട്, കാപട്യത്തിന്റെ കരച്ചിൽ. നേരത്തെ സൂചിപ്പിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ പരാമർശിച്ചതുപോലെയുള്ള അനാവശ്യമായ കരച്ചിൽ, മരണപ്പെട്ടെടുത്ത് മതം വിലക്കിയ കരച്ചിലുകൾ, ആർത്തട്ടഹസിച്ചുള്ള കരച്ചിലുകൾ, തന്റെ മാറ് പിളർത്തി വസ്ത്രമൊക്കെ കീറി വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള, ഒരിക്കൽ ഇസ്ലാമിൻ്റെതായ പരിധികൾ ലംഘിച്ചുകൊണ്ട് മതം വിരോധിച്ച ചില കരച്ചിലുകളുണ്ട്. ഇവയിൽ നിന്ന് നമ്മൾ നമ്മുടേതായി ഈമാനിന്റെ ഭാഗമായി, വിശ്വാസത്തിന്റെ ഭാഗമായി നമ്മൾ സ്വീകരിക്കേണ്ട കരയുക എന്നുള്ളത് ഒരു വിശ്വാസത്തിന്റെ സിംബലായിക്കൊണ്ട്, അടയാളമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. സൂറത്ത് മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയം ആരംഭിക്കുന്നത് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയെ ഉദ്ധരിച്ചുകൊണ്ട്. സക്കരിയ നബിയെ കുറിച്ച്, ശേഷം അദ്ദേഹത്തിന്റെ മകനായ യഹ്യ അലൈഹി സ്വലാമിനെ കുറിച്ച്, മറിയം അലൈഹി സ്വലാമിയെ കുറിച്ച്, മകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്, പിന്നീട് ഇബ്രാഹിം നബിയിലൂടെ, മൂസാ നബിയിലൂടെ, അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിലിലൂടെ, പിന്നീട് ഇദ്രീസിലൂടെ 7 പ്രവാചകന്മാരുടെയും മഹദി മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ചരിത്രം പരാമർശിച്ചതിന് ശേഷം ഒരു ആയത്തിൽ അല്ലാഹ് അത് അവസാനിപ്പിക്കുന്നു. ആയത്താണ് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച സൂറത്ത് മറിയമിന്റെ 58-ാമത്തെ വചനം. ഉലൈക, ഈ പറയപ്പെട്ട ആളുകൾ, ഇക്കൂട്ടരെല്ലാം, അല്ലദീ അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുരിയത്തി ആദം, ആദമിന്റെ സന്തതികളിൽ നിന്ന് ഈ പറയപ്പെട്ടവരെല്ലാം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നു. ഈ പറയപ്പെട്ടവരിൽ നോഹിന്റെ കൂടെ കപ്പലിൽ കയറ്റി നാം രക്ഷപ്പെടുത്തിയവരുടെ തലമുറയുണ്ട്. ഇബ്രാഹിമിന്റെയും ഇസ്രായേലിന്റെയും സന്തതി തലമുറയും ആ കൂട്ടത്തിലുണ്ട്. നാം മാർഗദർശനം, ഹിദായത്ത് നൽകുകയും പ്രത്യേകം തെരഞ്ഞെടുത്ത ആളുകളും അക്കൂട്ടത്തിലുണ്ട്. എന്താ അവരുടെ പ്രത്യേകത? ഈ പറയപ്പെട്ട ആളുകളുടെ ഇദാ തുസ്ല അലൈഹിം ആയാത്തുർ റഹ്മാൻ, പരമകാരുണികനായ അല്ലാഹുവിന്റെ ആയത്തുകൾ, തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ, ഖുർആനിന്റെ അവരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിന്റെ പ്രമാണങ്ങളുടെ വചനങ്ങൾ അവരിലേക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവര് കരഞ്ഞുകൊണ്ട് അവർ സുജൂദിലായി വീണുപോകുന്ന ആളുകളായിരുന്നു. സുജൂദിലായി വീണുപോവുക, കരച്ചിൽ നിർവഹിച്ചുകൊണ്ട്. ഇത് പൂർവികരുടെ, പ്രവാചകന്മാരുടെ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെയുള്ള ആളുകളുടെ അടയാളമായിരുന്നുവെന്ന് ആ ഒരു പാരമ്പര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ നമസ്കാരത്തിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ പ്രവാചകൻ ഏങ്ങി കരയുന്നത് ധാരാളം ഹദീസുകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. തന്റെ പേരക്കുട്ടി സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ കുട്ടി മരിച്ച സന്ദർഭം, പ്രവാചകൻ പള്ളിയിലാണ്, തന്റെ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ആളയക്കുന്നത്. കുട്ടിക്ക് തീരെ വയ്യ, ഉപ്പയോട് ഒന്ന് ഇവിടെ വരാൻ വേണ്ടി പറയണമെന്ന്. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഇപ്പൊ വരാം, ഒന്ന് ക്ഷമിക്കാൻ വേണ്ടി പറയൂ. രണ്ടാമതും ആള് വന്നു, അപ്പോഴും പ്രവാചകന് പോകാൻ സാധിച്ചില്ല. ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ അധികാരിയാണ് പ്രവാചകൻ, അല്പം തിരക്കിലായിരുന്നു. മൂന്നാമത്തെ വിളി വരുന്നത് പെട്ടെന്ന് ഇവിടെ ഉപ്പയോട് വരാൻ പറയണമെന്ന. പ്രവാചകൻ വീട്ടിലെത്തുന്നതോടുകൂടി ആ കുട്ടിക്ക് മരണം സംഭവിക്കുകയായിരുന്നു. പ്രവാചകൻ നിലത്ത് ചന്ദനപ്പടിയിട്ടിരുന്ന് ആ കുട്ടിയെ ഏറ്റുവാങ്ങി മടിയിൽ കിടത്തി പ്രവാചകൻ കരയുന്ന രംഗം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെ ആ യാത്രയിൽ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാണാൻ സാധിക്കും. ബദർ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പുറത്ത് 3 ഇരട്ടിയോളം വരുന്ന ശത്രു സൈന്യമുണ്ട്. പിറകിലേക്ക് പ്രവാചകൻ ഒന്ന് തിരിഞ്ഞു നോക്കി. സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം 319 ആളുകളാ തന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് തന്റെ താടിരോമങ്ങളെ നനഞ്ഞു കുതിരുമാർ
പ്രവാചകൻ ബദറിന്റെ താഴ്വരയിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ച, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ദുആഇന്റെ സന്ദർഭത്തിൽ പേരമക്കൾ മരിക്കുമ്പോൾ രാത്രിയുടെ അന്ത്യയാമത്തിലെ നമസ്കാരം പ്രവാചകൻ സൂറത്ത് ആലി ഇമ്രാനിന്റെ അവസാനത്തെ വചനങ്ങൾ 191 മുതൽ 200 വരെയുള്ള ആയത്തുകളെ പ്രവാചകൻ പാരായണം ചെയ്യുന്ന സമയത്ത് പ്രവാചകൻ പൊട്ടിക്കരയുമായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ആ ആയത്തുകൾ ഓതുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. സൂറത്ത് ആലി ഇമ്രാന്റെ 191 192 വചനങ്ങൾ, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുക മനുഷ്യൻ. ആകാശത്തെ കുറിച്ച് വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മനുഷ്യന് കരയാൻ മാത്രം നേരം ഉണ്ടാവും. രാപ്പകലുകളുടെ മാറി മാറിയുള്ള വരവ്, അള്ളാഹുവിന്റെ ഖുദ്റത്തിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. എപ്പോ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ആലോചിക്കുമ്പോൾ അവന് ബോധ്യപ്പെടും, ഇതൊന്നും വെറുതെ ഉണ്ടായതല്ല. റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില, ഇത് വെറുതെ സൃഷ്ടിച്ചതല്ല, ഇതൊന്നും വെറുതെ സ്വയംഭൂവായി ഒരു നാള് പരിണാമത്തിന്റെ ഭാഗമായി കൊണ്ട് സംഭവിച്ചു പോയതല്ല. വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയുള്ള ഒരു സൃഷ്ടിപ്പ് ഇവയുടെ പിറകിലുണ്ട്. അതിന്റെ നാഥനാണ് അള്ളാഹു. ആ അള്ളാഹുവിന്റെ വചനങ്ങളാണ് ഖുർആൻ. ആ ഖുർആനാ പറയുന്നത് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്ന്, അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ടെന്ന്. റബ്ബേ, നരകത്തിന് നീ കാക്കണയെന്ന് അറിയാതെ അവൻ പറഞ്ഞു പോകുമെന്ന് ഈ ആയത്തിലെ ഉദ്ധരിച്ച് പ്രവാചകൻ പറയാറുണ്ട്, വൈലുൻ, നാശമാണുള്ളത്, ലിമൻ ഖറഅ ഹാദിഹിൽ ആയ, ഈ ആയത്ത് ഓതുന്നവന് നാശമാണ്. ശ്രദ്ധിക്കുക, ഉറക്കം തൂക്കണ്ട. ഈ ആയത്ത് ഓതുന്ന ആളുകൾക്ക് നാശമാണ്. സുമ്മ ലം യതഫക്കറൂ ഫീഹാ, എന്നിട്ട് ഈ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കാത്തവർ. ആയത്ത് ഓത്, എന്താണ് ഈ ആയത്തിൽ പറഞ്ഞതെന്ന് ആലോചിക്കാത്തവൻ, നരകത്തിൽ നിന്നെ കാക്കണ എന്ന് മനസ്സറിഞ്ഞ് പറയണമെങ്കിൽ അവന്റെ മനസ്സിൽ രൂപപ്പെടേണ്ട ഒരു വലിയ ആശയമുണ്ട്. ആ ആശയത്തിലേക്ക് എത്താതെ ഇതാര് പാരായണം ചെയ്യുന്നുവോ അവനും നാശമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ പ്രവാചകൻ കരയാത്ത ഒരു സന്ദർഭം പോലും അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് അവിടുത്തെ പത്നിമാര് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പല ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസം നബിയും സഹാബത്തും കൂടി ഇങ്ങനെ യാത്ര പോകും. ആ യാത്ര പോകുന്ന സന്ദർഭത്തിൽ വഴിയിൽ നിന്ന് പ്രവാചകൻ തെറ്റിപ്പോവുകയാണ്. എവിടേക്കാ പോയി എന്ന് ആർക്കും അറിയില്ല. പ്രവാചകൻ എവിടേക്കാ വഴി മാറിപ്പോയി. എല്ലാവരും അവിടെ വഴിയിൽ അവിടെ കാത്തിരുന്നു. നബിയെ കാണുന്നില്ല. അവര് ചില ആളുകൾ അന്വേഷിച്ചു ചെന്നപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്തിരുന്ന് പ്രവാചകൻ പൊട്ടിക്കൊണ്ട് പ്രവാചകൻ കരയുകയാണ്. ഒരു പകല് മുഴുവൻ തന്റെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രാ സംഘത്തെ മുഴുവൻ വഴിയിൽ വിട്ടേച്ചുകൊണ്ട് ആ പ്രവാചകൻ നടന്നു നീങ്ങിയത് എവിടേക്കാണ് എന്ന് അറിയാത്ത സഹാബത്ത് അന്വേഷിച്ചു എന്നപ്പോ പ്രവാചകൻ പറഞ്ഞു, ഇത് എന്റെ ഉമ്മയുടെ ഖബറാവുന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിൽ അബവ എന്ന് പറയുന്ന ഒരു മലമ്പ്രദേശത്ത് മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന തന്റെ പിതാവ് അബ്ദുള്ള വഴിയിൽ വെച്ച് മരണം സംഭവിച്ച് ആ അബ്ദുള്ളയുടെ ഖബർ സന്ദർശിച്ച് തന്റെ മകനെയും കൂട്ടിക്കൊണ്ട് പ്രവാചകന്റെ ഉമ്മ ആമിന മടക്കയാത്രയിൽ ബദറിന്റെ സമീപത്തുള്ള ബവ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് മരണപ്പെടുകയായി. അവിടെ തന്നെ ഖബറടക്കം ചെയ്യപ്പെട്ടു. ഈ സംഭവം നടക്കുന്ന പ്രവാചകന് 50 വയസ്സ് പ്രായമുള്ളപ്പോഴാ. പ്രവാചകന്റെ മാതാവ് മരിക്കുന്നത് പ്രവാചകന് 4 വയസ്സ് പ്രായമുള്ള സമയം. 45 വർഷങ്ങൾ പിന്നിട്ട് തന്റെ ഉമ്മയെ ഓർത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ സ്വഹാബികളെ വഴിമുടക്കിയ ആ സംഭവം നമുക്ക് പാഠമായി. ഇത് റഹ്മത്തിന്റെ, ഈമാനിന്റെ ഒരു ഭാഗമാണ്. നമ്മുടെയൊക്കെ വാപ്പമാര് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട്, പ്രിയതമകൾ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോയവരുണ്ട്. എത്ര ആളുകൾ ആ മരിച്ച് മറവ് ചെയ്ത് 3 പിടി മണ്ണും വാരിയിട്ട് തിരിച്ചു പോന്നതിന് ശേഷം
ആ ഖബറുകൾക്ക് അടുത്തേക്ക് വീണ്ടും ഒന്ന് മടങ്ങിച്ചെന്ന് എന്റെ വാപ്പാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ, എന്റെ ഉമ്മാക്ക് നീ പുറത്തു കൊടുക്കണമേ റബ്ബേ എന്നൊന്ന് പറയാൻ എത്രത്തോളം ആളുകൾ നമ്മളൊക്കെ സന്നദ്ധത പ്രകടിപ്പിക്കാറുണ്ട്. ഖബറുമായുള്ള ഇസ്ലാമിന്റെ ബന്ധം, ഖബറാളിയോട് പ്രാർത്ഥിക്കാൻ പാടില്ല, റബ്ബിനോട് പ്രാർത്ഥിക്കണം. ഖബറാളിക്ക് വേണ്ടി, ഖബറിൽ മറമാടപ്പെട്ട് കിടക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഖബർസ്ഥാനുകൾ സന്ദർശിക്കണം. അവിടെ സന്ദർശിച്ചാൽ അവിടെയുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും മുസ്ലിമാച്ചുകൾക്കും വേണ്ടി സലാം പറയണം, പ്രാർത്ഥിക്കണം എന്നത് ഇസ്ലാമിന്റെ നിയമമാണ്. കരച്ചിൽ ആവശ്യമുള്ളിടത്ത് നമ്മൾ മറന്നുപോയിട്ടുണ്ട്. ആവശ്യമില്ലാത്തിടത്ത് കരയാൻ നമ്മളെല്ലാവരും റെഡിയുമാണ്. അനാവശ്യമായി കരയാനും കാപട്യത്തിന്റെ കരച്ചിലും അതൊരിക്കലും നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകൻ എപ്പോഴും കരയാറുണ്ടായിരുന്ന ഒരു വചനമുണ്ടായിരുന്നു. അത് സൂറത്തുൽ ബഖറയുടെ 74-ാമത്തെ ആയത്ത്. ബനൂ ഇസ്രായേല്യരുടെ ചരിത്രം വിശദീകരിച്ച് അവർക്ക് ചെയ്തു കൊടുത്ത കുറെ നന്മകൾ, വലിയ അത്ഭുതങ്ങൾ ഒക്കെ വിശദീകരിച്ചു. എന്നിട്ട് അവരിൽ നിന്ന് മാറ്റം സംഭവിക്കാത്ത ആളുകൾക്ക് അള്ളാഹു ഉദാഹരണം പറഞ്ഞത് കല്ലിനെയാണ്. സുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക കൽ ഹിജാറ. അവരിൽ കല്ല് പോലെയാണ് അവരിൽ ചില ആളുകളുടെ ഹൃദയങ്ങളെന്ന്. ഔ അശദ്ദു ഖസ്വ, ചിലത് അതിനേക്കാളും കടുപ്പെന്ന്. കല്ലിന് ചില മാറ്റമൊക്കെ ഉണ്ടാവും. എന്താ കല്ലിനുണ്ടാകുന്ന മാറ്റം? ചില കല്ലിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ നദി ഒഴുകി വരുന്നു. കന്മദം എന്നാണ് പറയാ, കല്ലിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്. അവിടുന്ന് ഇങ്ങനെ അതുകൊണ്ട് ഒഴുകി ചില കൈവഴികൾ വരുമ്പോ അത് വലിയ പുഴയായി തോടായിട്ടൊക്കെ രൂപപ്പെടുമെന്ന്. കല്ലിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഉണ്ടാവും. ഒരു കണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പുറത്തേക്ക് ചാടാത്ത ചില മനുഷ്യന്മാരുണ്ട്. കല്ലിനേക്കാൾ മോശമാണെന്ന് ഖുർആൻ പറഞ്ഞു. വീണ്ടും അല്ലാഹ് തുടരുകയാണ്, ചില കല്ലുകളുണ്ട് പിളരും, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് വെള്ളം കുത്തി ഒഴുകുമെന്ന്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഖശിയത്തുകൊണ്ട്, പേടിയോണ്ട് ചില കല്ലുകൾ ഇരിക്കുന്നിടത്തുനിന്ന് ഉരുണ്ട് താഴേക്ക് വീഴുന്നു. അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കൊക്കെ ഉരുളൽ സംഭവിക്കും. അത്ര പോലും മനസ്സിനെയും കണ്ണിനെയും ഒരു നിലക്കും ദുനിയാവും ആഖിറത്തൊന്നും ബാധിക്കാത്ത ചില ആളുകളുണ്ട് എന്ന് ഈ ആയത്ത് ഓതുമ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാറുണ്ടായിരുന്നുവെന്ന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. പ്രവാചകന്റെ മകൻ ഇബ്രാഹിം, ആദ്യ 2 കുട്ടികളുണ്ടായി, അബ്ദുള്ളയും ഖാസിമും. ഒരു മക്കയിൽ വെച്ച് മരിച്ചു. മദീന ജീവിത കാലഘട്ടത്തിൽ മരിയത്തുൽ ഖിബ്തിയയിൽ ഉണ്ടായ മകനാണ് ഇബ്രാഹിം. ആ ഇബ്രാഹിമും ആദ്യം തന്നെ വളരെ ചെറുപ്രായത്തിൽ മരിച്ച ദിവസങ്ങൾ, ആഴ്ചകൾ പിന്നിടുന്ന സന്ദർഭത്തിൽ മരണപ്പെടുകയാണ്. ആ മരിച്ച കുട്ടിയുടെ മയ്യത്തിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയാണ്. കണ്ടുനിന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, വഅൻത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളും കരയുകയാണോ കുട്ടിയുടെ മയ്യത്തിന്റെ അടുത്ത്? ആ സമയത്ത് യാ ഇബ്നു ഔഫ് ഇന്നഹാ റഹ്മ, പ്രവാചകന്റെ മറുപടിയാണ്, ഇന്നഹാ റഹ്മത്തുൻ. ثم قال رسول الله صلى الله عليه وسلم ان العين تدمع والقلب يحزن. കണ്ണുനീര് പൊഴിക്കും, ഹൃദയം അത് ദുഃഖിക്കുന്നു. വലാ നഖൂലു ഇല്ലാ മാ യുർളി റബ്ബനാ, നമ്മുടെ റബ്ബ് തൃപ്തിപ്പെടാത്ത ഒരു വർത്താനം നമ്മൾ പറയില്ല. നാവുകൊണ്ട് അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മൾ പറയില്ല. പക്ഷെ ഹൃദയത്തിന് ദുഃഖമുണ്ട്, കണ്ണുനീരിന്റെ വാഴ്ചയുണ്ട്. അത് റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ പ്രമുഖനായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു. അദ്ദേഹത്തോട് ഒരിക്കൽ റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, ഇഖ്റ അലൈക വ അലൈക ഉൻസില ഇലൈക, നമുക്ക് ഖുർആൻ ഒന്ന് ഓതി കേൾപ്പിച്ചായിരുന്നു. അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നു, നബിയെ നിങ്ങൾക്കല്ല ഖുർആൻ ഇറങ്ങിയത്, ഞാൻ നിങ്ങൾക്ക് ഓതി കേൾപ്പിച്ചു തരണോ? അങ്ങനെ റസൂലുള്ളാഹി നഅം, അതേ വേണം, ഖുർആൻ കേൾക്കാനുള്ള. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ജിബ്രീൽ പാരായണം ചെയ്യുന്ന അതേ രീതിയിൽ ശ്രവണ സുന്ദരമായ ശബ്ദത്തിലായിരുന്നു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ പാരായണം. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, ജിബ്രീൽ ഓതുന്നത് ആർക്കെങ്കിലും കേൾക്കാൻ താല്പര്യമുണ്ടോ? അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണം കേൾക്കണം. ആ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് റസൂല് ഒന്ന് ഖുർആൻ ഓതി തരണം എന്ന് പറയുന്നത്. അദ്ദേഹം ഇങ്ങനെ ഓതുകയാണ്. ആ ഓതുന്ന സമയത്ത് സൂറത്തു നിസാഇന്റെ ആയത്തിലൂടെ കടന്നു പോവുകയാണ്. ഫഖറഅതു സൂറത്തു നിസാ ഹത്താ അതൈതു ഇലാ ഹാദിഹിൽ ആയ ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹഉലാഇ ഷഹീദാ. നാളെ ഖിയാമത്ത് നാളിൽ ഓരോ നബിമാരുടെ സമുദായങ്ങളെയും വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ കൂട്ടത്തിലൊരു സാക്ഷിനെയും കൊണ്ടുവരും. ആളുകളെ
തന്നിഷ്ടപ്രകാരം ജീവിച്ച ആളുകൾ, നിങ്ങൾക്കൊരു ദൂതൻ, നിങ്ങൾക്കൊരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ? വന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ അവർക്കിടയിൽ ജീവിച്ച പ്രവാചകന്മാരായ സാക്ഷികളെ കൊണ്ടുവരും. ഈ ഉമ്മത്തിന്റെ മേൽ താങ്കൾ സാക്ഷിയായിരിക്കും. ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല എന്നൊന്നും പറയാൻ നമുക്കാർക്കൊരു വകുപ്പും ഇല്ലാത്ത വിധം ദീൻ നമ്മുടെ അടുക്കൽ എത്തിയിട്ടുണ്ട്. ആ എത്തിയതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ റോള് നിർവഹിച്ചത് പ്രവാചകനാ. താങ്കളെ സാക്ഷിയായി കൊണ്ടുവരും എന്ന ആയത്തെത്തിയപ്പോ, അവിടെ എത്തിയപ്പോ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹസ്ബുകല്ലാൻ, ഹസ്ബുകല്ലാൻ, മതി മതി, നിർത്ത് എന്ന്. അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോ താടി രോമങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിരുമാർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്ന് കരയുകയായിരുന്നുവെന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഇസ്ലാമിന്റെ ബലാ, അതിന്റെ നുബൂവത്ത് എത്തിച്ചു കൊടുക്കേണ്ട, ഉത്തരവാദിത്വം നിർവഹിച്ചു കൊടുക്കേണ്ടതിന്റെ ഭാരമാലോചിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയുകയായിരുന്നുവെന്ന് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ആ നബിയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്ത് ഈ വിഷയത്തിൽ ഏറ്റവും മുൻപിലുണ്ടായിരുന്ന ആളുകളാണ്. ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. പ്രവാചകൻ അവസാനം ലമ്മ മരിള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറളഹു അല്ലദീ മാത ഫീഹി, പ്രവാചകൻ മരിക്കാൻ കാരണമായി തീർന്ന ആ രോഗാവസ്ഥയിൽ കിടക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കാൻ വേണ്ടി റസൂലുള്ളാഹി നിർദ്ദേശം നൽകി. ജനങ്ങൾ പറഞ്ഞു, എങ്ങനെ അബൂബക്കർ ഇമാമിക്ക? അബൂബക്കറിനെ കൊണ്ട് കഴിയില്ല, അദ്ദേഹം കരച്ചിലായിരിക്കുന്നു. അല്ലാഹു അക്ബറും സമീഅ അല്ലാഹു ലിമൻ ഹമിദയും പറയുന്ന സമയത്ത് പിറകിലുള്ള മഅ്മൂമുകൾക്ക് കേൾക്കാൻ സാധ്യമല്ലാത്ത വിധം അദ്ദേഹത്തിന്റെ കരച്ചിൽ അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണത്തെ മറികടക്കും. അബൂബക്കറിനെ കൊണ്ടൊക്കെ പണി നടക്കുമെന്ന് തോന്നുന്നില്ല. വലൗ അമർത ഉമർ ഫസല്ലി ബിന്നാസ്, ജനങ്ങൾക്ക് ഇമാമ് നിൽക്കാൻ റസൂല് നിങ്ങൾ ഉമറിനോട് കൽപ്പിക്കണമെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാ. ആ സമയത്ത് റസൂൽ തന്റെ വാചകം ആവർത്തിച്ചു, ഫഖാല മുറൂ അബൂബക്കർ, അബൂബക്കറിനോട് പറയ്, അബൂബക്കറിന് നിർദ്ദേശം കൊടുക്ക്, ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കണമെന്ന്. അബൂബക്കറിന്റെ സ്വഭാവം അതായിരുന്നു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ ഒരു സംഘവുമായി നടന്നു പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഒരു ടെന്റിനകത്ത് ഒരു സന്യാസി, ഒരു ക്രൈസ്തവ പുരോഹിതൻ, അദ്ദേഹം പ്രാർത്ഥനയില്ല, അദ്ദേഹത്തിൻ്റെതായ ഇബാദത്തുമായി കൊണ്ട് അദ്ദേഹം അവിടെ കഴിഞ്ഞുകൂടുക. ഈ കഴിഞ്ഞുകൂടുന്ന സമയത്ത് അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സൂറത്ത് ഗാശിയയുടെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞതായി ചരിത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിഅ ആമിലത്തുൻ നാസിബ തുസ്ലാ നാരൻ ഹാമിയ, ചില മുഖങ്ങളുണ്ട് പരലോകത്ത്, അത് കറുത്തിരുണ്ടതായിരിക്കും പേടിച്ചരണ്ടുകൊണ്ട് റബ്ബിന്റെ മുൻപിൽ. എന്തേ അങ്ങനെയുള്ളൊരു പേടി ഉണ്ടാവാനുള്ള കാരണം? അത് ആമിലത്തുൻ നാസിബ, പണിയെടുത്ത് ക്ഷീണിച്ച മുഖങ്ങളാണ്. ഈ സന്യാസി, ഈ പുരോഹിതൻ, അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരിക്കുക, പക്ഷേ ആ പണി അവിടെ ഉപകാരപ്പെടൂല. ആഖിറത്തിൽ ഉപകാരപ്പെടാത്ത, ഈമാനില്ലാത്ത, ഇഖ്ലാസ് ഇല്ലാത്ത, ഇത്തിബാ ഇല്ലാത്ത ഒരുപാട് പണി ഉമ്മത്തിന്റെ ഉള്ളിലും പുറത്തും ആളുകൾ ധാരാളം എടുക്കുന്നുണ്ട്. പക്ഷേ തുസ്ലാ നാറൻ ഹാമിയ, അവർ ചുട്ടരിക്കപ്പെടുന്ന നരകത്തിന്റെ അഗ്നിയിലായിരിക്കും അവരുണ്ടാവുക എന്ന് ഖുർആനിന്റെ ആയത്ത് ഓർമ്മ വരികയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇസ്ലാമിന്റെ ശുദ്ധമായ സന്ദേശം ലഭിക്കാതെ പോവുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്തതിന്റെ ഫലമായി വെറുതെ കടന്നുറങ്ങാതെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇസ്ലാമിന് വിരുദ്ധമായ ആരാധനകൾ മുഴുകിയവനെ ആലോചിച്ചുകൊണ്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞ ചരിത്രമാണ് നമ്മൾ അവിടെ കാണുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഏതൊരു ഖബർ കണ്ടാൽ അദ്ദേഹം വലിയ ഉച്ചത്തിൽ കരയുമായിരുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മൗല അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്, കന ഉസ്മാൻ ഇദാ വഖഫ അലാ ഖബരിൻ ബകാ ഹത്താ യബുല്ല ലിഹ്യതിഹി, താടിയൊക്കെ ഇങ്ങനെ നനഞ്ഞു കുതിരുമാറ് ഖബർ കണ്ടാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കരയുമായിരുന്നു. അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, തുദ്കറുൽ ജന്ന വന്നാർ ഫലാ തബ്കി വതബ്കി മിൻ ഹാദാ, നരകത്തെക്കുറിച്ച് സ്വർഗ്ഗത്തെക്കുറിച്ച് ഒന്ന് പറയുമ്പോൾ താങ്കൾ ഈ കരയുന്നത് രൂപത്തിലൊരു കരച്ചില്, നരകത്തെക്കുറിച്ച് പറയുമ്പോഴും കരയും, പക്ഷെ കൂടുതൽ കരയുന്നത് ഖബർ കാണുമ്പോഴാ. എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ,
ഖബറ് പരലോക ഭവനങ്ങളിലെ ആദ്യ ഭവനമാകുന്നു. ഫഇൻ നജാ മിൻഹു, ആ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടാൽ ഫമാ ബഅദഹു ഐസറ മിൻഹു വഇൻ ലം യൻജു മിൻഹു ഫമാ ബഅദഹു അശദ്ദു മിൻഹു. ഈ ഖബറിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ട പിന്നെ ഓന്റെ ശേഷം ബാക്കി വരാനിരിക്കുന്നതൊക്കെ ഐസർ, എളുപ്പമായിരിക്കും. പിന്നെ വല്ലാണ്ട് കരയേണ്ടത്, നരകം ആലോചിക്കുമ്പോ കരയണേക്കാൾ കൂടുതൽ കരയേണ്ടത് ഖബർ കാണുമ്പോഴാ. ഇവിടുന്ന് രക്ഷപ്പെട്ട് കിട്ടിയോ നരകം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിത്തീരുകയില്ല. എന്നാൽ ഇവിടെ ഖബറിനകത്ത് രക്ഷപ്പെടാതെ പോയാൽ അതിനുശേഷം അവന് വരാനിരിക്കുന്നത് അതികഠിനമായ ഒരവസ്ഥയായിരിക്കുമെന്ന് പറഞ്ഞു വന്നത്. കരയുക എന്ന് പറയുന്ന മാനുഷികമായ വികാരം അത് ഈമാനുമായി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആന്റെ അർത്ഥതലങ്ങളെ കുറിച്ച് തദബ്ബുർ, നിരന്തരമായ ചിന്ത നമ്മിൽ ഉണ്ടാവണം. അള്ളാഹുവിനെ അറിയാൻ വേണ്ടി പരിശ്രമിക്കണം. മനസ്സുകളെ വിനയാന്വിതമാക്കാൻ, മനസ്സുകളെ ഒന്ന് ലഘൂകരിക്കണം. അഹങ്കാരത്തിന്റെ മനസ്സിൽ നിന്നൊക്കെ ഒന്ന് തന്നെ കുറിച്ച് തനിക്ക് മതി എന്നുള്ള ആ ഒരു ചിന്താഗതികളിൽ നിന്നൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങാൻ കരച്ചില് അത് ഏറെ ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിനെ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضى، والصلاة والسلام الأتمان الأكملان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. أما بعد يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. സഹോദരി സഹോദരന്മാർ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയും, എന്താണ് ഇത്തരത്തിലൊരു കരച്ചിലിന്റെ നേട്ടം? ഈമാനിലേക്ക് ചേർത്തുകൊണ്ടുള്ള കരച്ചിലിന്റെ നേട്ടം നിരവധി ഹദീസുകളിലൂടെ ഒട്ടനവധി കാര്യങ്ങൾ പഠിപ്പിക്കപ്പെട്ടു. വിഷയത്തിന്റെ ഒരു പൂർത്തീകരണം എന്ന നിലക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുകയാണ്. ഇമാം തിർമിദി രേഖപ്പെടുത്തുന്ന ഹദീസ് അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യലിജുൻ നാറ മൻ ബഖാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഒരാൾ കരഞ്ഞാൽ ലാ യലിജുൻ നാറ, അവനെ നരകം സ്പർശിക്കില്ല. തീരെ സ്പർശിക്കില്ലേ? ഇല്ല. ഹദീസിനൊരു തുടർച്ചയുണ്ട്. ഹത്താ യഊദൽ ലബനു ഫിൽ ളർഇ, കറന്നെടുത്ത പാല് അതിന്റെ അകിട്ടിനകത്തേക്ക് തിരിച്ചു പോകാത്തിടത്തോളം കാലം. ഒരു പശുവിന്റെ, ആടിന്റെ, ഒട്ടകത്തിന്റെ പാല് കറന്നെടുത്ത് അതിന്റെ അകിട്ട് കൂടെ തിരിച്ചു പോകും. ഒരു കാലത്തും അത് തിരിച്ചു പോകില്ല. ഒരു കാലത്തും നരകം സ്പർശിക്കൂല. ആരെ? അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന. അള്ളാഹിനെ പേടിക്കണമെങ്കിൽ അള്ളാഹിനെ അറിയണം. അള്ളാഹിനെ അറിയണമെങ്കിൽ പ്രകൃതി ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. അതാണ് സൂറത്ത് ആലി ഇമ്രാന്റെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത്. വലിയൊരു നേട്ടം നരകത്തിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് അതിന്റെ ഒരു നേട്ടമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക. സ്വഹീഹായ റിപ്പോർട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൈസ ഷൈഉൻ അഹബ്ബ ഇലല്ലാഹി മിൻ ഖത്റതൈൻ, രണ്ട് തുള്ളികൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള, അതിനേക്കാൾ ഇഷ്ടമുള്ള വേറൊന്നുമില്ല. അത് ഒന്ന് ഖത്റത്തു ദംഇൻ മിൻ ഖശിയത്തില്ലാഹ്, അത് ഒന്ന് അള്ളാഹനെ പേടിച്ചുകൊണ്ട് കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീർ തുള്ളിയാണ്. വഖത്റത്തു ദമിൻ യുഹറാഖു ഫി സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ചിന്തപ്പെടുന്ന രക്തം, ആ രക്തത്തിന്റെ തുള്ളി, കണ്ണിൽ നിന്ന് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന കണ്ണുനീർ തുള്ളി, ഇത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. റബ്ബിന്റെ ഇഷ്ടത്തിന് നേട്ടങ്ങളാണ്. ഒരുപാട് ഹദീസുകൾ വിഷയം പരാമർശിതമാണ്. നരകം സ്പർശിക്കില്ല, പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തിന് വിധേയമാണ് എന്നുള്ളത്. 7 വിഭാഗം ആളുകളെ ഒരൊറ്റ ഹദീസിനകത്ത് എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആരാണവർ? സബഅത്തു യുളില്ലുഹുമുല്ലാഹു ഫീ ളില്ലി, അള്ളാഹുവിന്റെ ലില്ലല്ലാത്ത, നിഴലല്ലാത്ത മറ്റൊരു നിഴലിടാത്ത ഒരു ദിവസം. ചില ഹദീസിൽ അർഷിന്റെ നിഴൽ എന്ന പ്രയോഗം കാണാം. ഞാൻ ഇപ്പൊ ഉദ്ധരിച്ച ഹദീസിൽ അള്ളാഹുവിന്റെ ലില്ല്, നിഴല് എന്ന്. അള്ളാഹ്ക്ക് നിഴലുണ്ടോ? ഉണ്ട്. ഹദീസിൽ അങ്ങനെയാണ്. എങ്ങനെ? അള്ളാഹുവാണ്. ഒരു നിഴലുമില്ലാതെ സൂര്യൻ തലക്ക് സമീപത്തേക്ക് വന്ന് കത്തിച്ചൊലിച്ചു നിൽക്കുമ്പോൾ ചില ആളുകൾക്ക് മാത്രം തണല് കിട്ടും. 7 വിഭാഗം ആളുകൾ. അതിൽ അവസാനം പറഞ്ഞത് വറജുലുൻ, ഒരാൾ അവനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുക, മൊബൈലൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് എല്ലാ
ബഹളത്തിൽ നിന്ന് മാറി ഇരുന്നിട്ട് റബ്ബിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് തൻ്റെ ഭാവിയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ, അവന് നാളെ അർശിന്റെ അള്ളാഹുവിന്റെ നിഴലിന്റെ ആ നിഴലിട്ട് കൊടുക്കപ്പെടുന്ന വിഭാഗത്തിൽ ഉൾപ്പെടുമെന്നുള്ളത്. ഒരു ആ മേഖല വിശാലമായി കിടക്കുന്നതാണ്. അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിന്റെ ഭാഗം എന്നോണം നിർവഹിക്കപ്പെടേണ്ട കരച്ചിൽ നിർവഹിക്കുന്ന നല്ല ആളുകളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അത് മുഖേന എന്തൊക്കെ നേട്ടങ്ങളാണോ അവൻ നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, ആ നേട്ടങ്ങളെല്ലാം കരസ്ഥമാക്കാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പള്ളിയുടെ സെക്രട്ടറി റഹീം ഖാൻ എന്ന് വിളിക്കല്, അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം ജുമാക്ക് വരുന്നതിന്റെ അല്പം മുമ്പ് ചില ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അതുപോലെ പള്ളിയിൽ സ്ഥിരം ഇവിടെ വന്നിരിക്കുന്ന മറ്റൊരു സഹോദരൻ, ഹാർട്ട് ബ്ലോക്ക് ആയിട്ട് ഒരു എമർജൻസി സർജറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരന്മാർക്കും സമ്പൂർണമായ ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവും. ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ കുടുംബങ്ങളിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ, ശാരീരിക സാമ്പത്തിക മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാവും. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാക്കള്, പിതാക്കള്, ഭാര്യ, ഭർത്താക്കന്മാര്, മക്കള്, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ ഫള് കൊണ്ട് മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുകയും അല്ലാഹുവിന്റെ മർഹമത്താകുന്ന സ്വർഗ്ഗലോകത്ത് നമ്മയും അവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.